ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കളും വേട്ടയാടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാപ്പ കേസ് പോലും വന്നത്. കാപ്പ പ്രതികളെ കാണാൻ പറ്റുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം ജനകീയനാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും ജനകീയ ആസൂത്രണ പദ്ധതികൾ, തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ പദ്ധതികളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുചെന്ന് അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. CPM-ൻ്റെ കയ്യിൽ എത്രയോ വർഷങ്ങളായിട്ടിരുന്ന സീറ്റ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അദ്ദേഹം നമുക്ക് നേടിത്തന്നു. ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ആണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും വേറൊരു വ്യക്തിക്ക് അത് പറ്റില്ല. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവർ 100 രൂപയാണ്, ഒരു വീട്ടിൽ നിന്ന് 100 രൂപയാണ് ഒരു മാസം വാങ്ങേണ്ടത്. മനസ്സിലായില്ല ഇവരെന്തിനാണ് സമരം തുടങ്ങിയതെന്നും എന്തിനാണ് അവസാനിപ്പിച്ചതെന്നും നമുക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇവർ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോയാൽ മതി. ഇവർക്ക് ഇരിക്കാൻ വയ്യ. ഇനി പറഞ്ഞു പോയല്ലോ അനിശ്ചിത കാലം വന്ന്, അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ കണ്ടു അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്നലെ ഞാനും ചെയർമാൻമാർ, തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമാണ് നമ്മൾ ഇന്നലെ വന്ദേ ഭാരതിൽ രാവിലെ പോയത്. മേയർ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. മേയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളെല്ലാവരും പോയി. പക്ഷേ സത്യപ്രതിജ്ഞാ സമയത്ത് ഞങ്ങൾക്ക് കയറാൻ അനുവാദമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് കയറാൻ സാധിച്ചില്ല. പിന്നെ ഇന്നലെ കാപ്പ പ്രതികളെ കാണാൻ പറ്റുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. പിന്നെ ബാക്കി സത്യപ്രതിജ്ഞ സമയത്ത് മേയറും സെക്രട്ടറിയും മറ്റ് അവിടെ കോടതി നിശ്ചയിച്ച ഉദ്യോഗസ്ഥരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു. ഇന്നലെ ആ സത്യപ്രതിജ്ഞ സമയത്ത് ഇവിടെ കോർപ്പറേഷനിൽ വൻ പ്രതിഷേധം നടത്തിയുണ്ടായി. അപ്പോൾ അവർ ഇന്നലെ ആ സമരം അവസാനിപ്പിച്ച രീതിയാണ് കാണുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇത് അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇവരെന്തിനാണ് സമരം തുടങ്ങിയതെന്നും എന്തിനാണ് അവസാനിപ്പിച്ചതെന്നും നമുക്ക് മനസ്സിലായില്ല. സമരം തുടർന്നപ്പോൾ അനിശ്ചിതകാല സമരം ആണ്. സുഗതൻ എന്ന കൗൺസിലറെ പുറത്താക്കും വരെ സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ സമരം അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ സുഗതൻ എന്ന കൗൺസിലർ വീണ്ടും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടാണോ സമരം ചെയ്തത് എന്നാണ് നമുക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇവർ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് പോയാൽ മതി. ഇവർക്ക് ഇരിക്കാൻ വയ്യ. ഇനി പറഞ്ഞു പോയല്ലോ അനിശ്ചിത കാലം വന്ന്, അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ കണ്ടു അവസാനിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. അത് അവരിലുള്ളവർ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഇരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ ഞങ്ങൾക്കും മനസ്സിലാവുന്നത് എന്തിനാണ് അവർ ഇരുന്നതെന്നും എന്തിനാണ് ഇപ്പോൾ അവസാനിപ്പിച്ചതെന്നും. കാരണം ഇനി ഇരിക്കാൻ വയ്യ. ആളുകളുടെ എണ്ണം കുറവ്. രാവിലെ 10 മണിക്ക് സമരം എന്ന് പറഞ്ഞു. ആദ്യം ആ സമയത്ത് കുറച്ച് പേര് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു 12 മണിയൊക്കെ കാണുമ്പോൾ നോക്കിയാൽ മതിയാവും ആ സമരമുഖത്ത്. അവിടെ ആരും കാണില്ല. കുറഞ്ഞു പോയാൽ ഒരു 10ഓ 15ഓ പേരെ അവിടെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അവർക്ക് തന്നെ ആളുകൾ മടുത്തു തുടങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരിങ്ങനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 40-45 വർഷമായിട്ട് അവരുടെ കയ്യിലുള്ള തിരുവനന്തപുരം നഗരസഭ ജനങ്ങൾ അവരെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം ഓരോ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നു. പക്ഷേ ജനങ്ങളാരും അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ജനങ്ങളാരും വിശ്വസിക്കുന്നത്, ജനങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കരുതി അവസാനിപ്പിച്ചതാണത്. ഈ ചരിത്രത്തിൽ ആദ്യമായി ഒരുപാട് നേട്ടങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുമ്പോൾ പോലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൗൺസിലർ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നതും കാപ്പ കേസിൽ വരുന്നതൊക്കെ. അപ്പോൾ അതിനെങ്ങനെ നോക്കി കാണുന്നത് ഡെപ്യൂട്ടി മേയറിൻ്റെ രീതിയിൽ? അത് നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ. ഇപ്പോൾ ഓരോന്നും ഇങ്ങനെയൊക്കെ രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ കേസുകളൊക്കെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. അപ്പോൾ കാപ്പ വന്നത് എങ്ങനെയെന്നൊക്കെ തന്നെ പലതവണ മേയർ അടക്കം സൂചിപ്പിച്ചതാണ്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ വട്ടിയൂർക്കാവിലെ തന്നെ പല ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പല നേതാക്കളും വേട്ടയാടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാപ്പ കേസ് പോലും വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം അദ്ദേഹം എന്ന വ്യക്തി പലതവണ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പല ആളുകളെയും അവരുടെ അഴിമതിയും ഒക്കെ തന്നെ ചോദ്യം ചെയ്ത് പല വീഡിയോസും ഒക്കെ തന്നെ ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് ചെയ്തത്. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അപ്പോൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കാരണം ഇന്നലെയും പല അവിടുത്തെ ആളുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൗൺസിലറെ ഞങ്ങൾക്ക് വേണമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, നഗരസഭയുടെ ആനുകൂല്യം കൊടുക്കുന്നതിലുപരി അദ്ദേഹം നിരവധിയായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണമാണ് കോർപ്പറേഷൻ്റെ ഒരു മാൻ പവറും ടൈമും ഈ സുഗതൻ്റെ പേരും പറഞ്ഞ് കൺസ്യൂം ചെയ്യുകയാണ് ഭരണപക്ഷം എന്നൊരു ആരോപണമുണ്ട്.
അങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടെ ഒരു കൂടെയുള്ള ജനപ്രതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംരക്ഷിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരസഭയുടെ മേയറും ഭരണപക്ഷങ്ങൾ മുഴുവൻ സമയം അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടേതായിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ കൂടെയുള്ള കൗൺസിലറെ സംരക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അത് ഒരു കൗൺസിലറെ എന്നല്ല, നമ്മുടെ കൂടുതൽ എല്ലാ കൗൺസിലറെയും മേയർ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹം എന്ത് കാര്യമുണ്ടായാലും അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യമാണ് ഇന്നലെ LDF നേതാവ്, കോർപ്പറേഷൻ്റെ LDF നേതാവ് പറഞ്ഞത്, മെഡിക്കൽ കോളേജിൽ നിന്ന് നായ്ക്കളെ പിടിച്ചിട്ട് കഴക്കൂട്ടത്ത് കൊണ്ട് കളയാണ് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡ്രൈവർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം അദ്ദേഹം ഇതുപോലെ പല ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കയ്യിൽ നിന്ന് ഭരണം പോയി എന്നുള്ളത്. പല ആരോപണങ്ങളും കൊണ്ടുവരികയാണ് തെരുവ് നായ്ക്കൾ. അപ്പം മേയർ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ നായ്ക്കളൊന്നും 4 മാസം അല്ലെങ്കിൽ 5 മാസം, ഇപ്പോൾ 7 മാസമായ നായ്ക്കളല്ല, വർഷങ്ങളായിട്ട് ഇവിടെ കൂടിക്കിടന്ന നായ്ക്കളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷെൽട്ടർ ഉണ്ടാക്കി, മേയറുടെ നേതൃത്വത്തിൽ ഷെൽട്ടർ ഉണ്ടാക്കി ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ പരാതി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെൽട്ടറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും ഒരു ഷെൽട്ടർ പണി നടക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തന്നെ മേയറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് പരാതി വരുന്നത് കൃത്യമായിട്ട് തന്നെ ആ നായ്ക്കളെയൊക്കെ കൊടുത്ത് തന്നെയാണ് നമ്മൾ പാർപ്പിച്ചിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കാനും ഒന്നുമല്ല കൊണ്ടുപോകുന്നത്. തെരുവിൽ കിടക്കുമ്പോൾ പല ആളുകളും കല്ലെറിയുന്നുണ്ട്, അടിച്ചോടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, സുരക്ഷിതമായിട്ട് അവരൊരു വീട് ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സത്യപ്രതിജ്ഞ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇത് 3ാമത്തെ കൗൺസിൽ യോഗം നടക്കേണ്ടത് ഈ മാസത്തിലാണ്. അപ്പം 3ാമത്തെ കൗൺസിൽ യോഗത്തിൽ സുഗതൻ എങ്ങനെ പങ്കെടുക്കും എന്നൊരു വെല്ലുവിളി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. വെല്ലുവിളി അവർ പല വെല്ലുവിളികളും നമ്മുടെ നഗരസഭ ഭരണം തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ കൊണ്ടുവരുന്നുണ്ട് പ്രതിപക്ഷമെല്ലാം തന്നെ. അപ്പോൾ ആ വെല്ലുവിളികളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നേരിട്ട് ആ വെല്ലുവിളികളെല്ലാം തന്നെ വിജയിച്ച് തന്നെയാണ് നമ്മൾ ഈ നിമിഷം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു കൗൺസിൽ അദ്ദേഹം പങ്കെടുക്കണം, അതെല്ലാം നമ്മുടെ കോടതിയുടെ കയ്യിലാണ്. അത് കോടതി നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പാഴുത്തുവണത്ത് സുഗതനെ എങ്ങനെയെങ്കിലും അയോഗ്യനാക്കുകയും പകരം ആ സ്ഥാനത്ത് ആ കൗൺസിലറായിട്ട് മത്സരിക്കാനായിട്ട് VK പ്രശാന്ത് ഒരു ശ്രമം നടത്തുന്നു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത്തരമൊരു നീക്കം LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നു. അത് ഞാൻ കേട്ടില്ല. ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അവിടെ അദ്ദേഹം ജനകീയനാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളായാലും ജനകീയ ആസൂത്രണ പദ്ധതികളും തിരുവനന്തപുരം നഗരസഭയുടെ എല്ലാ പദ്ധതികളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുചെന്ന് അദ്ദേഹം വർഷങ്ങളായിട്ട് അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ കയ്യിൽ എത്രയോ വർഷങ്ങളായിട്ടിരുന്ന സീറ്റ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അദ്ദേഹം നമുക്ക് നേടിത്തന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അദ്ദേഹം എന്ന വ്യക്തിയെ കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നും ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ആണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും വേറൊരു വ്യക്തിക്ക് അത് പറ്റില്ല. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഹരിതകർമ്മ സേനയാണല്ലോ വീട്ടിൽ നിന്നും വേസ്റ്റുകൾ എടുക്കുന്നത്. അപ്പം പ്ലാസ്റ്റിക് വേസ്റ്റ് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവർ ഫീസ് ഈടാക്കുന്നത്. ചിലയിടത്ത് 300, ചിലയിടത്ത് ഇപ്പം 400. നിർബന്ധമായി 400 തന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാലിന്യം എടുക്കില്ല എന്നൊരു പരാതി, അല്ലെങ്കിൽ പൈസ വേണ്ട, മാലിന്യം എടുത്തോളം പൈസ ഒന്നും വേണ്ട എന്നൊരു രീതിയിൽ അർഗൻസ് കാണിക്കുന്നതായിട്ടൊരു പരാതി പൊതുവെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആറ്റുകാൽ വാർഡിലൊക്കെ അങ്ങനെ ഒരു പരാതി കേട്ടിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടോ? എത്രയാണ് ശരിക്കും ഈ ഒരു റേറ്റ്? എത്രയാണ്? ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവർ 100 രൂപയാണ്, ഒരു വീട്ടിൽ നിന്ന് 100 രൂപയാണ് ഒരു മാസം വാങ്ങേണ്ടത്. അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ പരാതി എവിടെയാണോ ലഭിക്കുന്നത് അത് അവർക്കെതിരെ നടപടി തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിരിക്കും. പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് അവർ എടുക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നടപടി ഉണ്ടാവും. അല്ല, അത് ആദ്യമൊക്കെ തന്നെ പല വാർഡുകളിൽ, ഇപ്പം ഞാനൊക്കെ കൗൺസിലർ ആയിരുന്ന സമയത്ത് ആദ്യമൊക്കെ തന്നെ പല വാർഡുകളിലും ഹരിതകർമ്മസേന തുടങ്ങിയപ്പോൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഇവർ ഒരുമിച്ച് എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമേ ഹരിതകർമ്മസേനയ്ക്ക് എടുക്കാൻ പാടുള്ളൂ. അവരത് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഫുഡ് വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പല ഹരിതകർമ്മസേന അംഗങ്ങളും ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. അവരോട് കൃത്യമായിട്ടുള്ള താക്കീത് ഹെൽത്ത് കമ്മിറ്റിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ഇനി ഫുഡ് വേസ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ളത്.